Hello guys and welcome back to Best Capex. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ എഞ്ചിൻസിനെ പറ്റിയാണ്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഡീസൽ ഇന്ത്യയിൽ ഫ്യൂച്ചറില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡീസൽ വാഹനങ്ങൾ എടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കമ്പനികളുടെ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇപ്പോഴും ഡീസൽ വാഹനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോണ്ട എടുക്കുകയാണെങ്കിൽ അവരുടെ അമേസിലും സിറ്റിയിലും ഈ വാഹനങ്ങളൊക്കെ WRVയിലാണെങ്കിലും അവരവരുടെ 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായി i20യിലും ക്രെറ്റയിലും പിന്നെ സെൽട്ടോസ് സോണറ്റ് ഇങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും വെന്യൂയിലൊക്കെ തന്നെ അവർ ഡീസൽ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലത്തും ഒരു 15 ലക്ഷം രൂപയ്ക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ ഓഫർ ചെയ്യുന്ന പല കമ്പനികളും ഉണ്ട്. പക്ഷേ എന്നാൽ ഭൂരിഭാഗം കമ്പനികളും ഇപ്പോൾ ഡീസൽ ഒഴിവാക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഈ ഡീസൽ വാഹനങ്ങളുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന BS6 എമിഷൻ നോംസ് ആണ്. 2020 അത് നിലവിൽ വന്നത് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നത്. ഇനി വരാൻ പോകുന്നത് 2023 ഏപ്രിൽ മുതലുള്ള BS6ന് തന്നെ സ്റ്റേജ് 2 എമിഷൻ നോംസ് ആണ്. ഇനി BS6 സ്റ്റേജ് 2 എമിഷൻ നോംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പുതിയ സംഭവങ്ങളോട് വരുന്നുണ്ട്. ആദ്യത്തേത് കഫേ 2 എമിഷൻ നോംസ് ആണ്, അതായത് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ ഇക്കോണമി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് RDE, അതായത് റിയൽ ഡ്രൈവിംഗ് എമിഷൻസ് ആണ്. ഇനി ഇതിൻ്റെയൊക്കെ ഈ റിയൽ ഡ്രൈവിംഗ് എമിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ എടുക്കുകയാണെങ്കിൽ പല കമ്പനികളും ഈ എമിഷൻ നോംസ് എല്ലാം തന്നെ അസസ് ചെയ്യുന്നത് ആ വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അതായത് ഒരു കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റിംഗ് കണ്ടീഷൻസിന് അണ്ടറിലാണ് എമിഷൻസ് എല്ലാം ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വാഹനത്തിൻ്റെയും. പക്ഷേ എന്നാൽ ഇനി മുതൽ ഈ സംഭവം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് കണ്ടീഷൻസിലുള്ള എമിഷൻ നോംസിൻ്റെ കാൽക്കുലേഷൻ എന്ന പരിപാടി അവരങ്ങോട്ട് നിർത്തും. പിന്നെ റിയൽ ടൈം ഡ്രൈവിങ്ങിൽ, അതായത് നമ്മൾ വണ്ടി റോഡിലൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത് അപ്പോൾ വരുന്ന എമിഷൻസ് അനുസരിച്ചായിരിക്കും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസിലേക്ക് വരുമ്പം ഈ കമ്പനികൾ ചെയ്യുന്ന പല തട്ടിക്കൂട്ട് പരിപാടികളും ഈ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി വേറെ ചില സംഭവങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ ഒരു രീതിയിൽ അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് തന്നെ പറയാം. കാരണം അവർ വണ്ടി ഉപയോഗിക്കാതെ കിടക്കുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും. പിന്നെ അത് ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമേ വണ്ടി ഓൺ ആവുള്ളൂ. റിയൽ ടൈം ഡ്രൈവിംഗ് എമിഷൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വലിയ വലിയ പരിപാടികളൊന്നും നടക്കാനുള്ളൊരു സാധ്യതയില്ല. കറക്റ്റായിട്ട് ആ വാഹനത്തിൻ്റെ എമിഷൻസ് എന്താണോ അത് തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് കാർബൺ കണ്ടൻസ് ടോട്ടൽ എമിഷൻസിൽ കുറയ്ക്കാനും അവർ തീർച്ചയായും നോക്കുന്നതായിരിക്കും. ഇനി ഈ വക കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിൻസ് ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവർ കൺവേർട്ട് ചെയ്താലും അതിൻ്റെ കോസ്റ്റ് വളരെ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മളെ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ പല വാഹനങ്ങളിലും ഈ ചെറിയ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മുടെ i20 അൾട്രോസ് ഇതിലൊക്കെ തന്നെ ഡീസൽ എഞ്ചിൻസ് വരുന്നുണ്ട്. രണ്ടിലും 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻസ് ആണ് വരുന്നത്. ഈ i20 വരുന്ന സെയിം ഡീസൽ എഞ്ചിൻ കുറച്ചും കൂടെ പവർ കൂട്ടിയ വേരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോമിലാണ് നമുക്ക് ക്രെറ്റയിലും സെൽട്ടോസിലും ഒക്കെ കിട്ടുന്നത്. പിന്നെ i20യുടെ സെയിം പവറിലാണ് സോണറ്റിലും വെന്യൂലൊക്കെ വരുന്നത്. എന്നാൽ ഈ ഒരു ഡീസൽ എഞ്ചിൻ ഹ്യുണ്ടായി ഇനി ചിലപ്പോൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി നമ്മുടെ ടാറ്റ ആണെങ്കിൽ പോലും അവർ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആവാണ്ടൊരു സാധ്യതയുണ്ട്. ടാറ്റ ഈ നെക്സോണിലും അതുപോലെ അൾട്രോസിലാണ് ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നത്. ഹാരിയറിലും സഫാരിയിലും ഒക്കെ നമ്മുടെ ഫിയറ്റിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് അതിപ്പോൾ ടാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഫിയറ്റ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഈ 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ സ്റ്റേജ് 2 എമിഷൻ നോംസിലേക്ക് കൺവേർട്ട് ചെയ്യുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഈ ഫിയറ്റിൻ്റെ കേസാണെങ്കിൽ തന്നെ ഇവർക്കിപ്പോൾ ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് വാഹനങ്ങളുടെ സെയിൽസ് ഒന്നുമില്ല, ആകെ എഞ്ചിൻസ് മാത്രമാണ് ഇവർ മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 2 ലിറ്റർ MJD ആണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഹാരിയറിലും സഫാരിയിലും വരുന്നുണ്ട്, ഹെക്ടറിലും ഹെക്ടർ പ്ലസിലും വരുന്നുണ്ട്, കോമ്പസിലും മെറിഡിയനിലും വരുന്നുണ്ട്. ഇങ്ങനെ 6 വാഹനങ്ങളിലും ഈ ഒരു എഞ്ചിൻ വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളാം. എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. ഇതിനിപ്പോൾ അവർ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പല വാഹനങ്ങളിൽ നിന്നും ഈ ഒരു എഞ്ചിൻ പോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. ഈ സെഗ്മെൻറ്റിലാകെ സ്വന്തം ഡീസൽ എഞ്ചിൻ ഉള്ളത് മഹീന്ദ്രയുടെ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ബാക്കി വാഹനങ്ങളിലൊക്കെ നമ്മുടെ ഈ 2 ലിറ്റർ MJD തന്നെയാണ് വരുന്നത്. എന്തായാലും അതൊക്കെയാണ് ഈ ഡീസൽ എഞ്ചിൻസിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ഹാരിയർ സഫാരി XUV 700 ഹെക്ടർ, അത് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഒരു പക്ഷേ ഡീസൽ എഞ്ചിൻ ഈ ഒരു പുതിയ എമിഷൻ നോംസ് വരുമ്പോൾ പോവില്ലായിരിക്കാം. പക്ഷേ എന്നാൽ ഡീസൽ എഞ്ചിൻസ് പോകാൻ പോകുന്ന കുറച്ച് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പുതിയ എമിഷൻ ഹൗസ് വരുമ്പം ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ ഉണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും ഒരു പ്രതീക്ഷയില്ല. ഒരു പക്ഷേ നമ്മുടെ വെന്യൂ സോണറ്റ് ഈ ഒരു കാറ്റഗറിയിലുള്ള, അതായത് സബ് മെട്രോ കോമ്പാക്ട് SUVസിൽ നിന്നും ഈ ഡീസൽ എഞ്ചിൻ പോയേക്കാം. ക്രെറ്റയ്ക്ക് ഇപ്പോഴും ഡീസലിന് ഏകദേശം 52% അടുത്ത് സെയിൽസ് ടോട്ടൽ കിട്ടുന്നുണ്ടെന്നാണ് ഹ്യുണ്ടായി ക്ലെയിം ചെയ്യുന്നത്. സെൽട്ടോസിന് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഹ്യുണ്ടായി ഈ ഒരു ഡീസൽ എഞ്ചിൻ കൺവേർട്ട് ചെയ്യുമായിരിക്കും BS6 സ്റ്റേജ് 2ലേക്ക്. പക്ഷേ എന്നാൽ അങ്ങനെ കൊടുക്കുമ്പോഴും ഇതിൻ്റെ പ്രൈസ് എന്തായാലും ആ ഡീസൽ വാഹനങ്ങളുടെ ഇത്ര കുറവൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 10.7 ലാക്സിനടുത്ത് മറ്റു കോസ്റ്റ്
കോസ്റ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു മോഡൽ കൂടി വരുമ്പം അല്ലെങ്കിൽ ഈ എമിഷൻ നോംസ് കൂടി വരുമ്പോഴേക്കും അതിന് ഇനിയും വില കൂടാനുള്ള നല്ല സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയുടെ അടുത്തൊക്കെ അതിന് വില കൂടുമായിരിക്കും ഈ പുതിയ എമിഷൻ നോംസ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം ഈ 1,00,000 തന്നെ നിൽക്കണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഇനിയും കൂടാം. അങ്ങനെ ഈ BS6 വന്നപ്പോഴാണ് ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ളൊരു വില വ്യത്യാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചത്. അത്രയും കാലം ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 60,000 80,000 ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് പക്ഷെ നോക്കുകയാണെങ്കിൽ 1-1.5 ലക്ഷം വരെയൊക്കെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വ്യത്യാസം വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറിയ വാഹനങ്ങളുടെ സെഗ്മെൻറ്റ്, ഈ സപ്പോമീറ്റർ കോമ്പാക്ട് SUVs അല്ലെങ്കിൽ പ്രീമിയം ഹാഷ് ബാക്സ് ഇതിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ അവിടെയാണ് ഇത്രയും ഭയങ്കര ഭയാനകമായ വ്യത്യാസം വരുന്നത്. അല്ലാതെ XUV 700 അങ്ങനത്തെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഡീസലും പെട്രോളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 60,000 രൂപയുടെ അടുത്തൊക്കെ വ്യത്യാസമുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ക്രെറ്റയിലും സെൽട്ടോസിൽ നിന്നെങ്കിലും ഈ ഡീസൽ എഞ്ചിൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു സെയിൽ ഉണ്ടെന്ന് പറയാം. അല്ലാതെ നമ്മളിപ്പോൾ ഈ i20, വെന്യൂ, സോണറ്റ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീസൽ എഞ്ചിൻസിലും കൂടുതൽ ബയേഴ്സ് ഉള്ളത് തീർച്ചയായും ഇതിൻ്റെ പെട്രോൾ തന്നെയാണ്. സോണറ്റിന് പിന്നെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഉള്ളതുകൊണ്ടുള്ളൊരു നീഷ് ബയേഴ്സ് ഉണ്ട്. പക്ഷേ മറ്റുള്ള രണ്ട് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വെന്യൂ i20യും ഇതിൽ രണ്ടിലും ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല, ഡീസൽ മാനുവൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡീസലിനുള്ള ഒരു ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന കമ്പനി തന്നെ പറയുന്ന ഏകദേശം 10-15% അടുത്ത് മാത്രമേ ഉള്ളൂ. അത്രയും മാത്രം ടോട്ടൽ സെയിൽസ് കിട്ടുന്ന സ്ഥിതിക്ക് അവരിനിപ്പോൾ കഷ്ടപ്പെട്ടതിൻ്റെ അകത്ത് ഇത്രയും വിലയും കൂടെ കൂട്ടി ഡീസൽ എഞ്ചിൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എഗെയിൻ ഞാൻ പറയുന്നു, ചിലപ്പോൾ ക്രെറ്റയ്ക്കും സെൽട്ടോസിനും സെയിൽസ് ഉള്ളതുകൊണ്ട് അവർ കൺവേർട്ട് ചെയ്യായിരിക്കും. അത്രയും കോസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് വന്നാലും അതൊക്കെ നമ്മളിനി കണ്ടറിയേണ്ടി വരും. പിന്നെ ഹോണ്ട ആണെങ്കിലും ഈ അടുത്ത ഒരു ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, ഒരു ന്യൂസ് പേപ്പർ കോൺഫറൻസിൽ മറ്റോ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡീസലിനുള്ളൊരു ഫ്യൂച്ചർ അവർ ഇന്ത്യയിൽ കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇപ്പോൾ വരുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ അവരൊരു പക്ഷേ 2023 ആകുമ്പോഴേക്കും ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാമെന്നാണ്. ഈ രണ്ട് ഡീസൽ എഞ്ചിൻസും വരുന്ന ഒന്ന് അമേസിലാണ്, പിന്നെ സിറ്റിയിലാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് WRVയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനിപ്പോൾ അധികം കാലം നിൽക്കില്ല. കാരണം ഈ WRV ഇപ്പോൾ വരുന്ന ജാസ് അതുപോലെ ഫോർജൻ സിറ്റി ഈ വാഹനങ്ങളെല്ലാം 2023 മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഹോണ്ട ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡീസൽ എഞ്ചിൻസും അതുപോലെ ഈ വാഹനങ്ങൾ അവർ നിർത്തുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഡീസൽ എഞ്ചിൻസിൻ്റെ അവസ്ഥയായിട്ട് പറയാൻ പറ്റുന്നത്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു ക്രെറ്റയുടെ സെഗ്മെൻറ്റിൽ നിന്നും ഡീസൽ എഞ്ചിൻസൊക്കെ പതുക്കെ പോയി തുടങ്ങും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ക്രെറ്റയിലും സെൽട്ടോസിലും മാത്രമേ ഡീസൽ എഞ്ചിൻ വരുന്നുള്ളൂ. മറ്റുള്ള വാഹനങ്ങളിലെല്ലാം ഒന്നെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും, അല്ലെങ്കിൽ ടെർബോ പെട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ ടെക്നോളജി അനുസരിച്ച് ഹൈബ്രിഡ് ആയിരിക്കും. ബാക്കി ഡീസൽ എഞ്ചിൻസിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ ആരും കൊടുക്കാറില്ല. ഹൈബ്രിഡ് അതിന് ആക്ച്വലി ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ആണ്. പക്ഷേ എന്നാൽ പോലും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഡീസലിൻ്റെ കമ്പാരിസണിൽ ഭയങ്കര വില വ്യത്യാസം വരാറുണ്ട്. മൈലേജ് കിട്ടുമെങ്കിലും ആ ഒരു വില വ്യത്യാസം ഭയങ്കരമായതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ഹൈബ്രിഡിലേക്ക് ഇപ്പോഴും അങ്ങോട്ട് ഷിഫ്റ്റ് ആവാത്തത്. ഡീസൽ പോലെ നമുക്ക് ഒരു നല്ലൊരു പ്രൈസ് പോയിന്റിൽ കൂടി ഹൈബ്രിഡ് വാഹനങ്ങൾ വന്നു തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഹൈബ്രിഡ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ തെറ്റൊന്നും പറയാനില്ല. കാരണം പുതിയൊരു ടെക്നോളജിയാണ്. പിന്നെ ടൊയോട്ടയുടെ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞാലും അവർ കുറേ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു സംഭവമാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഹൈബ്രിഡിൻ്റെ റിലയബിലിറ്റിയെ പറ്റി. ബാക്കി കമ്പനികളൊക്കെ ഇനി ചെയ്യുമ്പോൾ നമ്മളത് കണ്ടറിയേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ ഈ ടാറ്റ അല്ലെങ്കിൽ ഹ്യുണ്ടായി ഈ കമ്പനികളൊക്കെ ഇപ്പോഴും അങ്ങനെ ഹൈബ്രിഡിലേക്ക് ഫുള്ളി ഫ്ലഡ്ജ്ഡ് ആയിട്ടൊന്നും ഇറക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ടാറ്റ ഹൈബ്രിഡിനെ പറ്റി ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. ടാറ്റ മിക്കവാറും ഹൈബ്രിഡിൽ ഒന്നും ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ല. അവർ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ തന്നെ ടാറ്റ അവരുടെ ടിയാഗോ EV ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 28 വരും. എന്തായാലും ഗായ്സ്, ഇതാണ് ഇപ്പോൾ ഡീസൽ എഞ്ചിൻസിനെ പറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് പുതിയ ഡീറ്റെയിൽസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.